കൃഷ്ണേട്ടാ, ഷൂട്ടിംഗ് പരിപാടിയൊക്കെ ഉണ്ടോ അപ്പോൾ? എവിടെ പോയതാ? ലൊക്കേഷൻ നോക്കാനാ. എവിടെയാ? മെർക്കാറ. എവിടെ? മെർക്കാറ കേട്ടിട്ടില്ലേ? ഓ, മെർക്കാറ. ഇപ്പം മിക്ക പടത്തിൻ്റെ ഷൂട്ടിംഗ് അവിടെ വെച്ചാണല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല. സത്യം പറയാലോ കൃഷ്ണേട്ടാ, നിങ്ങൾ ഈ സിനിമാക്കാർ മഹാഭാഗ്യവാന്മാരാ. അല്ല, കയ്യിൽ നിന്ന് കാലണ മുടക്കാതെ പ്രൊഡ്യൂസറുടെ ചെലവിൽ ഈ രാജ്യം മുഴുക്കെ കറങ്ങാം. വിമാനത്തിൽ കയറാം, കപ്പൽ കയറാം. അല്ല, പടത്തിന്റെ പേരെന്തോന്നാ? പേരായിട്ടില്ല. ആരൊക്കെയുണ്ട് നടീനടന്മാർ? എല്ലാരും ഉണ്ടടേ. സംഗതി കോമഡി ആയിരിക്കണം കേട്ടോ. എന്തോ? അല്ല, കോമഡിക്കാണല്ലോ ഇപ്പൊ മാർക്കറ്റ്. കണ്ണീരൊക്കെ ആർക്ക് വേണം? അതിന് ഏതെങ്കിലും സീരിയൽ ഉണ്ടാ പോരെ? എന്തൊരു നാടാ. ഒരു പെൺകുട്ടി എത്ര നേരമായി സീറ്റില്ലാതെ? ഒരാളെങ്കിലും ഒന്ന് എണീറ്റ് കൊടുക്കണമല്ലോ. അതെ അതെ. കൃഷ്ണേട്ടാ, ഞാൻ സ്റ്റോപ്പിൽ ഇറങ്ങാം. അപ്പോൾ കാണാം. കുട്ടി എങ്ങോട്ടാ? അത് ഞാൻ പിന്നെ സോറി, പിന്നെയും ശല്യപ്പെടുത്തുകയാ. അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, ഒരു വിവരമില്ല. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? യമുനേച്ചി പിന്നെ ഇങ്ങോട്ട് വിളിക്കുകയോ മറ്റോ ചെയ്തോ? യമുന ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ ഞങ്ങൾ അറിയിക്കാഞ്ഞത്? അറിയിക്കണം ഞാൻ പറഞ്ഞിരുന്നല്ലേ. അതിന് യമുന സമ്മതിച്ചില്ല ബാബു. വിളിച്ചറിയിച്ച ആ നിമിഷം അവൾ ഇറങ്ങി പോവെന്ന് പറഞ്ഞു. ആരെയും അറിയിക്കില്ലെന്ന് എനിക്ക് വാക്കു കൊടുക്കേണ്ടി വന്നു. തെറ്റാണ് നിങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ ടെൻഷൻ എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ. ടൗൺ മുഴുവൻ ഞാൻ നെട്ടോട്ട് ഓടുമ്പോൾ നിങ്ങൾ ചേച്ചി ഇവിടെ ഒളിപ്പിച്ചിരിക്കായിരുന്നു അല്ലേ? പറയുന്നത് മുഴുവൻ കേൾക്കൂ. അവൾക്ക് വാക്കു കൊടുത്തെങ്കിലും അവൾ ഉറങ്ങിയപ്പോ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരുപാട് ട്രൈ ചെയ്തതാ. ഫോൺ ബെല്ലടിച്ചതല്ലാതെ ഒരു റെസ്പോൺസും ഉണ്ടായില്ല. അതെന്റെ കുറ്റാണോ? ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു. പിന്നെ എന്നെ പഴിച്ചിട്ട് എന്താ കാര്യം? എന്നിട്ട് ചേച്ചി എങ്ങോട്ടാ പോയത്? അതെങ്കിലും പറഞ്ഞോ? ഇല്ല, ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാം എന്ന് മാത്രം പറഞ്ഞു. ഈശ്വര, ഞാൻ എന്തു ചെയ്യും? എവിടെ പോയി തിരക്കും? ചിലപ്പോൾ
തിരിച്ച് വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ടാവും. എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. സുമിത്രേ, എവിടെയാ? വേണ്ടാത്ത ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് എവിടാന്നോ? കുട്ടി ഇപ്പൊ ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? അതെ, ഹോസ്പിറ്റലിൽ, ICUവിൽ. ഞാനെങ്ങനെ ഇവിടെ വന്നത്? ഓർമ്മയില്ല അല്ലേ? എന്നാ ഞാൻ ഓർമ്മയുള്ളവരെ വിളിക്കാം. സുമിത്രയ്ക്ക് ബോധം വീണു കേട്ടോ. എന്റെ കുട്ടിക്ക് ബോധം വീണോ? സിസ്റ്റർ, ഞങ്ങളത് കണ്ടോട്ടെ? ആ, കണ്ടോളൂ. പക്ഷെ ബഹളം ഉണ്ടാക്കരുത്. മോളെ, മോളെ. വേണ്ട മോളെ, കിടന്നോ. എന്തിനാ മോളെ നീ ഈ കടുങ്കൈ ചെയ്തത്? നിന്നോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ഇങ്ങനെ? ഭാഗ്യലക്ഷ്മി, വേണ്ട, അവളോട് ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. ഞാൻ നിങ്ങൾക്കൊക്കെ ദ്രോഹം ചെയ്തു. ഇല്ല കുട്ടി, നീ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. നിനക്കതിന് കഴിയുകയുമില്ല. ഞാൻ കാരണം ഞാൻ രക്ഷപ്പെടരുതായിരുന്നു. ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഈ നിമിഷം വരെയും സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. പക്ഷെ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ദൈവത്തിന് എന്നോട് കരുണയില്ലാതായല്ലോ അച്ഛൻ.
കരുണയുണ്ട് കുഞ്ഞെ. നിന്നെപ്പോലൊരു മകളെ ദൈവം ഒരിക്കലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോവില്ല. അങ്ങനെ കൊണ്ടുപോയാൽ ആ ദൈവം ദൈവമല്ല മോളെ. ജീവിച്ചിരിക്കുന്ന മക്കൾ അച്ഛനമ്മമാർക്ക് കർമ്മം ചെയ്യണമെന്ന് എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കും. അല്ലാതെ മറിച്ചാകാൻ പാടില്ല. ഞങ്ങൾ അത്രയും ഭാഗ്യദോഷികളല്ല കുഞ്ഞെ. ചേച്ചി, ഇനിയൊരു പ്രശ്നവുമില്ല. യമുന യമുന എവിടെ? യമുനേച്ചി വീട്ടിലുണ്ട്. ആരെയും ഫേസ് ചെയ്യാനാവാതെ മുറിയിൽ കഥകടച്ചിരിപ്പ. കുറ്റബോധം. അവള് ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ അച്ഛ. അവളെ ഇനി ആരും വഴക്ക് പറയരുത്. പാവം അവള്. എനിക്ക് അവളോട് ഒരു പിണക്കവും ഇല്ലെന്ന് പറയണം. അവളോട് ഇങ്ങോട്ട് വരാനും പറയണം. എനിക്ക് അവളെ കാണണം അച്ഛ. പറയില്ല അവളോട്. പറയാം മോളെ, അച്ഛൻ പറയാം. എല്ലാവർക്കും എന്നോട് ദേഷ്യമുണ്ട് അല്ലേ? ഇല്ല കുഞ്ഞെ, ആർക്കും ഒരു ദേഷ്യവും ഇല്ല. നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ. പക്ഷെ ഇനി ഒരിക്കലും ഇങ്ങനെ ഞങ്ങളെ ശിക്ഷിക്കില്ലെന്ന് മോളമ്മയ്ക്ക് വാക്ക് തരണം. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ കഴിഞ്ഞില്ലേ മോളെ? ഇനി എന്തിനാ അതേപ്പറ്റി? വേണ്ട, ഒരു ദുസ്വപ്നമായിരുന്നു അത്. നമ്മളത് മറന്നു. ഇനി എല്ലാരും ഇറങ്ങിക്കോളൂ. പേഷ്യന്റിന് റെസ്റ്റ് കൊടുക്കണം. ഇറങ്ങിക്കോളൂ. മോള് വിഷമിക്കണ്ട, ഞങ്ങളിതാ തൊട്ടപ്പുറത്തിരിപ്പുണ്ട്. അച്ഛൻ പറഞ്ഞത് മറക്കണ്ട, മനസ്സിലായില്ലേ? ആ ദുസ്വപ്നം കഴിഞ്ഞൂന്ന്. ഇനി സന്തോഷം മാത്രം. കേട്ടോ അച്ഛൻ്റെ മോള്? ഭാഗ്യലക്ഷ്മി, നമുക്ക് പുറത്തേക്കാം. ചേച്ചി റെസ്റ്റ് എടുത്തോളൂ. അമ്മേ വാ. യമുനോട് വരാൻ പറയണേ അച്ഛ. പറയാം മോളെ. ഡോക്ടർ. ആ, ശങ്കർജിയോ, വരൂ, ഇരിക്കൂ. ഇനി ഭയപ്പെടാനൊന്നുമില്ല. നന്ദിയുണ്ട് ഡോക്ടർ, വളരെ വളരെ നന്ദി. അവളെ തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്കത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഡിസ്ചാർജ് ചെയ്യാനാവും. പക്ഷെ അതിനു മുൻപ് സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ അത് സ്വാഭാവികമല്ലേ സാർ? ഒരു ശിക്ഷയ്ക്ക് പുറമേ മറ്റൊന്നുകൂടിയായാൽ ഞങ്ങൾക്ക് താങ്ങാനുള്ള ശക്തിയില്ല ഡോക്ടർ. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനാവുമോ? നിയമത്തെ വയലേറ്റ് ചെയ്യാനാവുമോ? സാറിൻ്റെ മകൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നത് സത്യമല്ലേ? ഒരു കോളേജ് പ്രൊഫസറായ അങ്ങേക്കറിയാമല്ലോ ആത്മഹത്യാ ശ്രമം കുറ്റകരമാണെന്ന്. അറിയാം,
പക്ഷേ എൻ്റെ കുട്ടി ആ കുറ്റം ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഡോക്ടർ അറിഞ്ഞാൽ ഏത് സൂയിസൈഡ് അറ്റംപ്റ്റിന് പിന്നിലും ഒരു സാഹചര്യം ഉണ്ടാവും. ഒന്നുകിൽ പരീക്ഷയുടെ തോൽവി, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത വിവാഹ നിശ്ചയം, അതുമല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ അമ്മായിയുടെയോ പീഡനം. ഇതൊക്കെയല്ലേ ഈ പറയുന്ന സാഹചര്യങ്ങൾ. അങ്ങനെ പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏത് വലിയ ദുഃഖവും നിസ്സാരമാകും ഡോക്ടർ. പക്ഷേ അനുഭവിക്കുമ്പോൾ ഒരു മുട്ടുസൂചി തറച്ച വേദന പോലും നമുക്ക് സഹിക്കാനാവില്ല. ശരിയാ, പക്ഷെ എന്ന് വെച്ച് എനിക്ക് റിയാലിറ്റി കണ്ടില്ല എന്ന് നടിക്കാനാവുമോ സാർ? എനിക്ക് ഊഹിക്കാനാവും. ഞാനിത് പോലീസ് റിപ്പോർട്ട് ചെയ്താൽ അത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. കേസ്, ചോദ്യം ചെയ്യൽ, ബാങ്ക് ഉദ്യോഗസ്ഥയായ മകൾക്കും കോളേജ് പ്രൊഫസറായ അങ്ങേക്കും അത് അപമാനം ഉണ്ടാക്കും. എന്നാലും ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? മകൾ എഡ്യൂക്കേറ്റഡ് അല്ലേ, ഉദ്യോഗസ്ഥയല്ലേ? ഇക്കാര്യത്തിലൊക്കെ ഓവറായി ഇമോഷണൽ ആകാതെ കുറച്ച് പക്വത കാണിക്കേണ്ടിയിരുന്നില്ലേ? ഈ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി തരണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. ഡോക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ച് പോലീസ് എൻ്റെ കുട്ടിയുടെ പേരിൽ കേസ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അതുകൂടിയാവട്ടെ, അനുഭവിക്കാം.